കുട്ടികളുടെ FM 90.0 കർഷകന്റെ റേഡിയോ, കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. നമസ്കാരം. ഇന്ന് കേരളത്തിലെ സുസ്ഥിര പച്ചക്കറി വികസനം എന്ന വിഷയത്തിനെ പറ്റി പരിചയപ്പെടാം. കേരളത്തിൽ ഏകദേശം 1 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഉൽപാദനം ഏകദേശം 15.7 ലക്ഷം ടൺ മാത്രമാണ്. കേരളത്തിൽ കോവിഡ് അനന്തര കാർഷിക സാഹചര്യങ്ങളിൽ ഉണർവേകുന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പച്ചക്കറി ഉൽപാദന മേഖലയിൽ ഗണ്യമായ ഒരു വർധനവ് കാണുന്നില്ല. ICMR ശുപാർശ പ്രകാരം പ്രതിദിനം ആരോഗ്യമുള്ള ഒരു വ്യക്തി 300 ഗ്രാം പച്ചക്കറി കഴിക്കണം. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഒരു വർഷം ശരാശരി 36 ലക്ഷം ടൺ പച്ചക്കറി വേണമെന്നിരിക്കെ ആഭ്യന്തര ഉൽപാദനം വെറും 15.7 ലക്ഷം ടൺ മാത്രമാണ്. ഇത് കേരളത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ 40% മാത്രമേ ആകുന്നുള്ളൂ. ഈ വലിയ അന്തരം നികത്തുന്നതിനായി ഇന്നും കേരളം ആശ്രയിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. കേരളത്തിൽ ഒരുവിധം എല്ലാ പച്ചക്കറി വിളകളും കൃഷി ചെയ്യാൻ കഴിയുന്ന കാലാവസ്ഥ സാഹചര്യങ്ങൾ ആണെങ്കിലും പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കേരളം എന്നതിലേക്ക് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മാറി വരുന്ന കാലാവസ്ഥ സാഹചര്യങ്ങൾ ഇതിന്റെ ആക്കം കൂട്ടുന്നു. കോവിഡ് അനന്തര ആരോഗ്യ അവബോധം ജൈവ പച്ചക്കറി കൃഷിയിലേക്കും ഗാർഹിക പച്ചക്കറി കൃഷിയിലേക്കും കേരള ജനത മാറുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിലും സുസ്ഥിരമായ പച്ചക്കറി കൃഷി വികസനത്തിന് കൃത്യമായ ആശയങ്ങളിൽ ഊന്നിയ പദ്ധതികൾ രൂപപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും വളരെ അത്യാവശ്യമാണ്. സുഭിക്ഷ കേരളം പദ്ധതി, തരിശുരഹിത പഞ്ചായത്തുകൾ തുടങ്ങിയ പദ്ധതികൾ ഉണ്ടെങ്കിലും നൂതന ശാസ്ത്രീയ തത്വങ്ങളിൽ ഊന്നിയുള്ള പച്ചക്കറി വിളവ് വർധന മാർഗങ്ങൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിലെ പച്ചക്കറി കൃഷി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അടിസ്ഥാനപരമായി 3 രീതിയിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. ശാസ്ത്രീയ കൃഷി രീതികൾ, വിപണനം, മൂല്യവർദ്ധനവ് എന്നീ മേഖലകളാണവ. ഇത് വിളനഷ്ടം ഒഴിവാക്കി കർഷകന് നല്ല വില ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്നു. ഇതിലൂടെ കൂടുതൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും അതുവഴി പച്ചക്കറിയിലെ സംരംഭകത്വ സാധ്യതകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും കഴിയുന്നു. ഇതിനായി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സൂക്ഷ്മ സംസ്കരണ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെടുക്കും. കേരളത്തിന് അനുയോജിച്ച പുതുവിളകളും തനതു വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള മുന്തിയ ഹൈബ്രിഡ് ഇനങ്ങളും പ്രചരിപ്പിക്കുക വഴി വിള സ്ഥിരത ഉറപ്പാക്കാൻ കഴിയുന്നു. ഇങ്ങനെ അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ സങ്കര ഇനങ്ങൾ ഉരുതിരിച്ചെടുക്കുന്ന ഗവേഷണങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ്. മാറുന്ന കാർഷിക കാലാവസ്ഥ സാഹചര്യങ്ങളിലും നല്ല വിളക്ഷമതയുള്ള ഇനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും മറ്റ് കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാന വിളകളിൽ ഇത്തരം ഇനങ്ങളുടെ ഉപയോഗം കർഷകർക്ക് വിളവ് സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാം? ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി ഗുണനിലവാരമുള്ള വിത്തുകളുടെ കുറവാണ്. ഗുണമേന്മയുള്ള വിത്ത് കൊണ്ട് മാത്രം വിളവിൽ 30% വർധനവ് ഉണ്ടാക്കാൻ കഴിയുന്നു. ഏകദേശം 109.64 മെട്രിക് ടൺ വിത്താണ് നമുക്ക് ഒരു വർഷം വേണ്ടത്. ഇതിനായി സംസ്ഥാനത്തെ വിവിധ വിത്തുൽപാദന കേന്ദ്രങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു ഗ്രാമം ഒരു വിത്ത് പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ശരിയായ പരിശീലന പരിപാടികളിലൂടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വിത്തുൽപാദനം നടത്താം. ഇതോടൊപ്പം തന്നെ സങ്കര ഇനം വിത്തുകളുടെ ലഭ്യത കൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനായി തിരഞ്ഞെടുത്ത കർഷകരെ പരിശീലിപ്പിച്ചുകൊണ്ട് കർഷക പങ്കാളിത്തത്തോടുകൂടി സങ്കര ഇനം വിത്തുൽപാദനം നടത്താവുന്നതാണ്. പച്ചക്കറി വിത്തുൽപാദനം, തൈകൾ ഉൽപ്പാദിപ്പിക്കൽ എന്നിവ ഒരു സംരംഭമാക്കി കൊണ്ടുവരാൻ സാധിച്ചാൽ കേരളത്തിൽ വിത്ത് ലഭ്യത ഉറപ്പുവരുത്താം. ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകളുടെ ഉപയോഗം. മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളെ തടയുന്നതിനായി പച്ചക്കറികൾ പ്രതിരോധശേഷി കൂടിയ ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് കൃഷി ചെയ്യാവുന്നതാണ്. തക്കാളിയിലും വഴുതനയിലും കണ്ടുവരുന്ന വാട്ടരോഗത്തെയും നിമാവിര ആക്രമണത്തെയും ചെറുക്കുന്ന ചുണ്ടയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. മുളകിന്റെ തന്നെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങളിലാണ് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. കൂടാതെ വെള്ളരി വർഗ വിളകളിലും ഗ്രാഫ്റ്റിംഗ് വിജയകരമായി ചെയ്യാവുന്നതാണ്. ഇതിലൂടെ കേരളത്തിന് യോജിച്ച ഏത് അത്യുൽപാദന ഇനങ്ങളും കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും.
കാർഷിക പാരിസ്ഥിതിക ഏകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിള പരിപാലന മുറകൾ. കേരളത്തിലെ ലഭ്യമായ വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പച്ചക്കറി കൃഷിയിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ 40% മാത്രമേ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാനുള്ളൂ. 23 കാർഷിക കാലാവസ്ഥ യൂണിറ്റുകളിൽ 5 മാത്രമാണ് പ്രധാന പച്ചക്കറി വിള നിലങ്ങൾ. 10 കാർഷിക കാലാവസ്ഥ യൂണിറ്റുകൾ കൂടി പച്ചക്കറി കൃഷിക്ക് വളരെ യോജിച്ചവയാണെങ്കിലും വാണിജ്യപരമായ കൃഷി ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ വേണ്ടത്ര പ്രചാരത്തിൽ ഇല്ല. കാർഷിക കാലാവസ്ഥ യൂണിറ്റുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായ വിള പരിപാലന ശുപാർശകൾ പച്ചക്കറി കൃഷിയിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് വിളവർധനവിലേക്ക് നയിക്കുന്നു. കൃത്യമായ മണ്ണ് അറിഞ്ഞുള്ള കൃഷി രീതികൾ പ്രചരിപ്പിക്കേണ്ടതാണ്. മണ്ണിലെ ജൈവ കാർബണിന്റെ അളവ് കുറയുന്നു എന്നത് പച്ചക്കറി വിളകളുടെ ഉൽപാദനക്ഷമതയെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പച്ചക്കറി കൃഷിയിൽ കൃത്യമായ മൂലക പരിപാലനത്തിലൂടെ മാത്രം പകുതിയിലധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നു. അതുകൊണ്ട് കൃത്യമായ മണ്ണ് പരിശോധന അടിസ്ഥാനപ്പെടുത്തി വിള പരിപാലന മുറകൾ ചിട്ടപ്പെടുത്തി കൃഷി ഇറക്കേണ്ടത് സുസ്ഥിര വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. നൂതന കൃഷിമാർഗങ്ങളുടെ പ്രോത്സാഹനം. കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൃഷിയോഗ്യമായ സ്ഥല ലഭ്യത തുറസായ പച്ചക്കറി വ്യാപനത്തിന് പ്രഹരമാവുകയാണ്. ഇതിനാൽ പരമാവധി ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഉപയോഗം തികച്ചും സുസ്ഥിരമായി തന്നെ തുടരേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ തന്നെ നൂതന കാർഷിക മാതൃകകളായ കൃത്യത കൃഷി, കണിക ജലസേചനം, സംരക്ഷിത കൃഷി, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ്, മൈക്രോ ഗ്രീൻസ് കൃഷി തുടങ്ങിയ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക വഴി യുവാക്കളെ പച്ചക്കറി കൃഷിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കൃഷികൾ പ്രധാനമായും വില കൂടിയ പച്ചക്കറി വിളകളായ ലെറ്റ്യൂസ്, സെലറി, ചൈനീസ് ക്യാബേജ്, സാലഡ് വെള്ളരി, പോക് ചോയ് പോലുള്ള വിളകളിൽ പ്രചരിപ്പിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമസ്കാരം. മാക്രോ പ്രൊപ്പഗേഷൻ സാങ്കേതിക വിദ്യയെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. കായിക പ്രവർത്തന മാർഗമായി പ്രധാനമായും കന്നുകളിലൂടെ വംശവർദ്ധനവ് നടത്തുന്ന ഒരു വിളയാണ് വാഴ. ആരോഗ്യമുള്ള വാഴക്കന്നുകളുടെ ലഭ്യത വാഴക്കൃഷിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്. എന്നിരുന്നാലും പ്രധാനമായും കന്നുകൾ തന്നെയാണ് നടീലിന് എടുക്കുന്നത്. എന്നാൽ കന്നുകൾ പലപ്പോഴും രോഗകീടവാഹകരായി മാറാറുണ്ട്. ഇതുമൂലം കൃഷിയിടങ്ങളിലേക്ക് പല രോഗങ്ങളും കീടങ്ങളും വളരെ വേഗത്തിൽ പകരുന്നതിനും കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ വഴി ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ സഹായകമാണ്. എന്നാൽ ഇതിന് വലിയ മുതൽ മുടക്കും സൂക്ഷ്മതയുടെ ആവശ്യമുള്ളതുകൊണ്ട് അവയുടെ ലഭ്യത ആവശ്യകതയുടെ കേവലം 2.5% മാത്രമായി ഒരുങ്ങുന്നു. കർഷകർക്ക് അല്പം ശ്രദ്ധിച്ചാൽ സ്വന്തം പുരയിടത്തിൽ തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ടിഷ്യൂ കൾച്ചർ തൈകളോട് കിടപിടിക്കാവുന്ന തരത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു മാർഗമാണ് മാക്രോ പ്രൊപ്പഗേഷൻ സാങ്കേതിക വിദ്യ. മാക്രോ പ്രൊപ്പഗേഷൻ വഴി വാഴക്കന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമമാണ് അറക്കപ്പൊടി, തവിട്, മണൽ തുടങ്ങി അതാത് പ്രദേശങ്ങളിൽ ലഭ്യമായ ചിലവ് കുറഞ്ഞ വസ്തുക്കൾ മാധ്യമമായി ഉപയോഗിക്കാം. ഇത് 2-3 ആഴ്ച മുന്നേ അല്പം നനച്ചു കൊടുത്ത് ജീർണിക്കാൻ അനുവദിക്കുക. അല്ലാത്ത പക്ഷം ജൈവ വിഘടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാരണം കന്നിന് കേടുവരാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് കന്ന് തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം. 2 മുതൽ 3 മാസം പ്രായമായ ആരോഗ്യമുള്ള സൂചിക്കന്നുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. മാണത്തിന് ഉദ്ദേശം 1 കിലോഗ്രാം തൂക്കമെങ്കിലും വേണം. മാണപ്പുഴുവിന്റെ ആക്രമണങ്ങളുള്ള കന്നുകൾ ഒഴിവാക്കേണ്ടതാണ്. ഫിസേറിയം വാട്ടം, എർവിനിയ റോട്ട് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടായിരുന്ന വാഴത്തോട്ടങ്ങളിൽ നിന്നും കന്നുകൾ എടുക്കുവാൻ പാടില്ല. പിണ്ടിയിലെ ഓരോ വാഴപ്പോളയും ഒന്നൊന്നായി മാണവും പിണ്ടിയും ചേരുന്ന ഭാഗം വെച്ച് മുറിച്ച് മാറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കാണപ്പെടുന്ന മുകുളങ്ങൾക്ക് ക്ഷതമേൽക്കാതെ ശ്രദ്ധിക്കണം. പോളകൾ പരമാവധി നീക്കിയ ശേഷം പിണ്ടി മുറിച്ചു കളയുക. അഗ്രമുകുളം നശിപ്പിക്കുന്നതിലൂടെ മാണത്തിലെ മറ്റു മുകുളങ്ങൾക്ക് മുളകൾ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മാണത്തിന്റെ പുറം തൊലിയും വേരുകളും മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ചെത്തി മാറ്റുക. ഇപ്രകാരം തയ്യാറാക്കിയ കന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. മാണത്തിന് കുറുകെ 6 മുതൽ 8 വരെ മുറിവുണ്ടാക്കുക. കത്തി ഉപയോഗിച്ച് മാണത്തിലെ അഗ്രമുളം 2 സെന്റിമീറ്റർ ആയത്തിൽ ചൂഴ്ന്നെടുക്കുക. ഇതിനുശേഷം മാണം കാർബൺ ഡൈസിം ലായനിയിൽ 10-15 മിനിറ്റ് മുക്കിയെടുത്ത ശേഷം ജലാംശം നീക്കുന്നതിനായി 3-4 മണിക്കൂർ തണലത്ത് വെക്കുക. ഇനി ഇത് നടുന്ന രീതി മനസ്സിലാക്കാം. തയ്യാറാക്കിയ കന്നുകൾ ചെടിച്ചട്ടിയിലോ പോളിത്തീൻ കവറുകളിലോ ബെഡിലോ നടാം. ചട്ടികൾക്കും കവറുകൾക്കും ഉദ്ദേശം 2 കിലോ മാധ്യമം ഉൾക്കൊള്ളത്തക്ക വണ്ണം 1 അടി പൊക്കവും 30 സെന്റിമീറ്റർ വ്യാസവും വേണ്ടതാണ്. ഇതിൽ നീർവാർച്ചയ്ക്ക് ആവശ്യമായ ദോരങ്ങളിട്ട ശേഷം 3/4 ഭാഗം വരെ മാധ്യമം നിറയ്ക്കാം. കന്നുകൾ പൂർണ്ണമായും മൂടത്തക്ക
വണ്ണം 3 മുതൽ 5 സെന്റിമീറ്റർ ആയത്തിൽ നട്ട് പൂപ്പാളി ഉപയോഗിച്ച് നനയ്ക്കുക. തുടർന്ന് മാധ്യമം ഉണങ്ങുന്നതിനനുസരിച്ച് പാകത്തിന് നനച്ചു കൊടുക്കുക. 17 മുതൽ 20 ദിവസങ്ങൾ കൊണ്ട് 2 മുതൽ 5 മുകുളങ്ങൾ വരെ മുളച്ചു വരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഈ തൈകൾ ഏകദേശം 1 മാസത്തെ വളർച്ച കൊണ്ട് 3-ലപ്പരവുമാകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ശാസ്ത്രീയമായി വിഭാവനം ചെയ്ത പോഷകത്തോട്ടം. സ്ഥിരമായി വിളവ് ലഭിക്കുന്ന രീതിയിൽ പോഷകത്തോട്ടം ഓരോ വീട്ടിലും പ്രചരിപ്പിക്കേണ്ടതാണ്. ഇതിനായി വിവിധ പുരയിട പോഷകത്തോട്ട മാതൃകകൾ പ്രയോജനപ്പെടുത്താം. വീടുകളിലെ സ്ഥല ലഭ്യത, സൂര്യപ്രകാശ ലഭ്യത എന്നിവ അടിസ്ഥാനപ്പെടുത്തി വിള ക്രമീകരണം നടത്താം. പുരയിട കൃഷി, മട്ടുപ്പാവിലെ കൃഷി, ഗ്രോബാഗ് കൃഷി എന്നീ രീതികൾ സ്ഥലപരിമിതിയുള്ള നഗരങ്ങളിൽ അവലംബിക്കാം. വീട്ടിലെ അംഗങ്ങളുടെ താൽപര്യം മുൻനിർത്തി വേണം വിളകൾ തിരഞ്ഞെടുക്കുവാൻ. വീട്ടിൽ വരുന്ന ജൈവമാലിന്യങ്ങൾ പോഷകത്തോട്ടത്തിലേക്ക് വേണ്ട ജൈവവളമായി ഉപയോഗിക്കും. ഇങ്ങനെ പൂർണ്ണമായും ജൈവരീതിയിൽ വിഷവിമുക്തമായ പച്ചക്കറി ഉൽപാദനം നടത്താം. വേനൽക്കാലത്ത് തുറസായ കൃത്യതാ കൃഷി ഇന്ന് കേരളത്തിൽ വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. ഇതിലൂടെ കൃഷിക്കുപയോഗിക്കുന്ന വളം, വെള്ളം എന്നിവ ഉപയോഗക്ഷമത പരമാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, കൃത്യതാ കൃഷിയിൽ കൃഷി ചെലവ് പകുതിയായി കുറക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ സങ്കര ഇനങ്ങൾ ഉപയോഗിച്ചുള്ള കൃത്യതാ കൃഷിയിൽ ഉൽപാദനം ഇരട്ടിക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള പുതയിടൽ, കണികാ ജലസേചനം, ഫെർട്ടിഗേഷൻ അഥവാ വളസേചനം എന്നിവയാണ് കൃത്യതാ കൃഷിയിൽ അനുവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് പുതകളിലിടുന്നതിലൂടെ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും കളകൾ നിയന്ത്രിക്കുന്നതിനും തടങ്ങളിലെ മണ്ണ് ഉറച്ചു പോകാതെ നിർത്തുന്നതിനും സഹായിക്കുന്നു. കൂടാതെ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിനും ഇത്തരം പുതയിടൽ കൊണ്ട് കഴിയുന്നു. 30 മൈക്രോൺ കനമുള്ള പുതകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ജലസേചനം കണികാ രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ കൃത്യതാ കൃഷിയിൽ നൽകുന്നു. പച്ചക്കറികളിൽ സാധാരണയായി ഇൻലൈൻ ഡ്രിപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം ശരാശരി 2 ലിറ്റർ എന്ന അളവിൽ ഒരു ചെടിക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ ഡ്രിപ്പറുകൾ പ്രവർത്തിപ്പിച്ചാൽ മതിയാവും. ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളങ്ങൾ കൂടി നൽകുന്നതിന് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നു. ഇതിനായി പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ നിശ്ചിത അളവിൽ പല തവണകളായാണ് വളം നൽകുന്നത്. ഇവ കൃത്യമായി ചെടികളുടെ ചുവട്ടിൽ കൊടുക്കുന്നത് വഴി വളങ്ങളുടെ ഉപയോഗക്ഷമത കൃത്യത കൃഷിയിൽ വളരെ കൂടുതലാണ്. ഇതിനായുള്ള ജോലികൾക്ക് തൊഴിലാളികളുടെ ആവശ്യം വരുന്നില്ല എന്നത് ചെലവ് കുറയ്ക്കുന്നു. എന്നാൽ കേരളത്തിൽ മഴക്കാലത്ത് പച്ചക്കറി കൃഷി പലപ്പോഴും ദുഷ്കരമായി മാറും. ഇതിനായി ഒരു പരിഹാരമെന്നോണം മഴമറക്കൃഷി കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മഴയിൽ നിന്നും വിളകളെ സംരക്ഷിക്കുകയാണ് മേൽക്കൂര മാത്രം ആവരണം ചെയ്തുള്ള മഴമറകൾ. വശങ്ങൾ തുറന്നാതാകയാൽ മഴമറക്കുള്ളിൽ ചൂടും ആർദ്രതയും വർദ്ധിക്കുന്നില്ല. ഇത് വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയും. ഇതിനാൽ മഴമറക്കുള്ളിൽ എല്ലാ തരം പച്ചക്കറി വിളകളും വർഷം മുഴുവൻ വിളയിച്ചെടുക്കാൻ കഴിയുന്നു. മഴമറ നിർമ്മാണത്തിന് ചെലവ് കുറയ്ക്കുന്നതിനായി പ്രാദേശികമായി ലഭിക്കുന്ന മുള, കവുങ്ങ് മുതലായവ ചട്ടക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കാം. കൂടാതെ GI പൈപ്പുകളും ഉപയോഗിക്കാം. മുകളിൽ ആവരണമായി 200 മൈക്രോൺ കനമുള്ള UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ കമ്പിവലകളോ തണൽ വലകളോ ഉപയോഗിച്ച് വശങ്ങൾ മറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ മാറുന്ന കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന നൂതന രീതികളിലേക്ക് കർഷകർ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെ കൃഷി ചെലവുകൾ പരമാവധി കുറച്ചുകൊണ്ടുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ പച്ചക്കറി കൃഷി സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുകയുള്ളൂ. എന്നാൽ ഇതിനായി നൂതന കൃഷി, ജലസംരക്ഷണ മാതൃകകൾ, കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം എന്നിവ ബ്ലോക്ക് തല കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി കർഷകർക്കിടയിലേക്ക് യഥാസമയം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. സുസ്ഥിര രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ. മാറുന്ന കാലാവസ്ഥയിൽ പച്ചക്കറി കൃഷിയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന കീടരോഗബാധകളാണ്. പ്രതിരോധശേഷി കൂടിയ പച്ചക്കറി ഇനങ്ങളുടെ കണ്ടെത്തലുകളും അവയുടെ വലിയ രീതിയിലുള്ള ഉപയോഗത്തിനും വരും സമയങ്ങളിൽ പ്രാമുഖ്യമേറെയാണ്. എന്നാൽ പ്രധാന വിളകളിലും ഭാരതത്തിലെ പല ഗവേഷണ സ്ഥാപനങ്ങളിലും ഇത്തരം രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പുതുതലമുറ കീടനാശിനികളുടെ ശരിയായ ഉപയോഗത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ യഥാസമയ കർഷകർക്ക് എത്തിച്ചുകൊണ്ട് വിള സംരക്ഷണ മാർഗങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാക്കാം. ഇങ്ങനെ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ കൃത്യമായി അവലംബിക്കുക വഴി അനിയന്ത്രിത കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിലുപരി കാർഷിക പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. കേരളത്തിലെ പ്രധാന പച്ചക്കറി ഉൽപാദന യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് സമൂല പച്ചക്കറി വികസന പാക്കേജ് പദ്ധതികൾ രൂപവൽക്കരിക്കുന്നത് ഗുണം ചെയ്യും. കേരളത്തിലെ മഴനിയൽ പ്രദേശങ്ങളായ കാന്തല്ലൂർ, വട്ടവട, നെല്ലിയാമ്പതി ഹൈറേഞ്ച് മേഖലകൾ കേന്ദ്രീകരിച്ചു ശീതകാല വിളകൾ പ്രോത്സാഹിപ്പിക്കാം. മറ്റു മേഖലകളിൽ ഉഷ്ണമേഖലാ വിളകൾക്ക് പ്രാധാന്യം നൽകും. ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ജൈവ മാലിന്യ സംസ്കരണ പദ്ധതികൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ ഗുണം ചെയ്യും. കൃഷി വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതോടൊപ്പം വിപണനത്തിലും മൂല്യവർദ്ധിത സാധ്യതകളിലും പ്രാധാന്യം നൽകണം. ഇതുവഴി ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്നവ അവിടെ തന്നെ വിപണിയും കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതാണ്.
തീർത്തും അസംഘടിതമായ പച്ചക്കറി വിപണി വലിയ വെല്ലുവിളിയാണ്. നെല്ലുപോലെ ഒരു ഏകീകൃത സംഭരണ മാതൃക പച്ചക്കറികൾക്കില്ല എന്നത് വലിയൊരു ന്യൂനതയാണ്. പച്ചക്കറി വിപണി ശൃംഖല ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ നവീകരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ജില്ലകൾ കേന്ദ്രീകരിച്ചും വ്യക്തമായ പദ്ധതികൾ രൂപീകരിക്കേണ്ടത് വരുന്നാളുകളുടെ അനിവാര്യതയായി മാറുന്നത്. ജില്ലാതല സംസ്കരണ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിപ്പിച്ചുകൊണ്ട് പച്ചക്കറി വികസന മാതൃകകൾ നടപ്പിലാക്കാം. കഴിഞ്ഞ 2 ദശകങ്ങളിലായി കേരളത്തിൽ പച്ചക്കറി കൃഷിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. ജൈവ പച്ചക്കറി കൃഷിയുടെ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ പാലക്കാട്, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. എന്നിരുന്നാലും ഓരോ പഞ്ചവത്സര പദ്ധതികളിലും ഉദ്ദേശിക്കുന്ന വിളവും യഥാർത്ഥത്തിൽ ലഭിക്കുന്ന വിളവും തമ്മിൽ വലിയ അന്തരമുണ്ട്. വളരെ കുറവ് ഇതിലൂടെ കാണപ്പെടുന്നു. കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ പദ്ധതികളിലൂടെ പച്ചക്കറി ഉൽപാദനം കൂട്ടുന്നുണ്ടെങ്കിലും കേരളത്തിന് പര്യാപ്തമായ രീതിയിലേക്ക് എത്താൻ സമയമെടുക്കും. പച്ചക്കറി കൃഷിയിൽ നല്ലൊരു ശതമാനം പാട്ട കർഷകരാണെന്നിരിക്കെ അവർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പച്ചക്കറി വികസന പദ്ധതികളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. കൃത്യമായ ബ്രാൻഡിങ്ങോടും ലേബലോടും കൂടി കേരള പച്ചക്കറി വിപണന മാതൃക സൃഷ്ടിക്കാനായാൽ പച്ചക്കറി കൃഷിയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLMന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLMന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLMന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ നാനോ വളങ്ങളുടെ ഉപയോഗം
LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SSGകൾ വാടകയ്ക്ക് നൽകുകയും SSGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SSGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ് സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി,
തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും, എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FCCT കാർഷിക സ്പോൺസർഡ് പരിപാടി.